യേശുക്രിസ്തുവിൽ സൗഖ്യത്തിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവായ യേശുനാഥൻ കുഷ്ഠരോഗിയെ സുഖമാക്കുന്നു. 3 ഭാഗങ്ങളായി ഈ ധ്യാനം നമുക്ക് ക്രമപ്പെടുത്താം. 1. കുഷ്ഠരോഗിയിൽ ഉണ്ടായിരുന്നത്. ആഗ്രഹം ജീവിതത്തിൽ പ്രധാനമാണ്, കാരണം അത് ദിശയും ചലനവും നൽകുന്നു. കുഷ്ഠരോഗിക്ക് എന്താണ് വേണ്ടതെന്ന് അറിയാമായിരുന്നു. അത് നൽകാൻ യേശുവിന് ശക്തിയുണ്ടെന്ന് അവൻ വിശ്വസിച്ചു. മുട്ടുകുത്തി നിന്ന് യാചിച്ചുകൊണ്ട് വിനയത്തോടെയാണ് അവൻ വന്നത്. ദയനീയമായ പ്രതികരണത്തോടെയാണ് യേശു അവനെ എതിരേറ്റത്. ഞാൻ മനസ്സാകുന്നു, നീ സൗഖ്യം ഉള്ളവനാവുക. 2. രോഗശാന്തിയും സ്പർശനവും. ഇത് രോഗശാന്തിയുടെയും സ്പർശനത്തിൻ്റെയും കഥയാണ്. കൃത്യമായി പറഞ്ഞാൽ യേശു ഒരു കുഷ്ഠരോഗിയെ തൊടാൻ പാടില്ലായിരുന്നു. കുഷ്ഠരോഗി യേശുവിനെ സമീപിക്കുവാനും പാടില്ലായിരുന്നു. കാരണം കുഷ്ഠരോഗികൾ തങ്ങളെ തന്നെ ഒറ്റപ്പെടുത്തുകയും സമീപിക്കുന്ന ആരോടും അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയുകയും വേണം. അരുതുകളുടെ മധ്യത്തിലൂടെ പലരും കർത്താവിൻ്റെ അരികിലേക്ക് വരികയും കർത്താവ് പലരുടെയും അരികിലേക്കും കടന്നു ചെന്നതായും സുവിശേഷത്തിൽ നാം വായിക്കുന്നു. കർത്താവായ യേശുനാഥൻ യഹൂദരുടേതായ അന്നത്തെ സംസ്കാരങ്ങളുടെയോ വ്യവസ്ഥയെയോ അല്ല, ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ചാണ് തൻ്റെ ദൈവരാജ്യ ദൗത്യങ്ങൾ നിർവഹിച്ചത്. അനുകമ്പയോടെ യേശു കൈനീട്ടി അവനെ തൊട്ടു. ദൈവത്തിൻ്റെ അനുകമ്പയുടെ കവിയായ യേശുനാഥൻ വചനത്തിൽ നിലകൊള്ളുക മാത്രമല്ല, വചനം മാംസമായ ദൈവമാണെന്ന സത്യമാണ് പ്രവൃത്തിയിലൂടെ അവനെ സ്പർശിച്ചുകൊണ്ട് പ്രഘോഷിച്ചത്. മനുഷ്യൻ്റെ ദുരവസ്ഥയിൽ ആഴമായ അനുകമ്പയാൽ യേശു നിറഞ്ഞിരിക്കുന്നു. യേശുവിൻ്റെ വൈകാരിക വികാരങ്ങൾ ഉയർത്തിക്കാട്ടുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകതയാണ്. 3. യേശുവിൽ കുഷ്ഠരോഗി കണ്ട സ്വാതന്ത്ര്യം. കുഷ്ഠരോഗി കണക്കാക്കുന്നില്ല, ഞാൻ രോഗശാന്തിക്കായി മറ്റുള്ളവരെ പരീക്ഷിച്ചു, ഇപ്പോൾ ഞാൻ യേശുവിനെ പരീക്ഷിക്കാം എന്ന്. ഇല്ല, ഈ കുഷ്ഠരോഗിയെ സംബന്ധിച്ചിടത്തോളം തർക്കമില്ല. യേശുവിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള അവൻ്റെ വിശ്വാസം കേവലമാണ്. അവൻ പാതി മനസ്സോടെയല്ല, പൂർണ്ണബോധ്യത്തോടെയും സ്വാതന്ത്ര്യത്തോടും കർത്താവിനോട് ചോദിക്കുന്നു, മനസ്സാകുമെങ്കിൽ നിനക്കെന്നെ സൗഖ്യപ്പെടുത്താനാകും. യേശു തൻ്റെ ദൈവിക സ്വാതന്ത്ര്യത്തിൽ അവനോട് പറയുന്നു, ഞാൻ മനസ്സാകുന്നു, നീ സൗഖ്യമുള്ളവനാവുക. അവനിലും യേശുവിലും പ്രവർത്തിക്കുന്ന സ്വാതന്ത്ര്യത്തിലൂടെയാണ് സൗഖ്യം സംഭവിക്കുന്നത്. ആ സ്വാതന്ത്ര്യം ദൈവത്തിൻ്റെ അനുകമ്പ അവനിലേക്ക് നിറഞ്ഞ് ഒഴുകുന്നതായി തീരുന്നു. ശേഷം കർത്താവ് യഹൂദ നിയമപ്രകാരം പോയി, നീ കുഷ്ഠത്തിൽ നിന്നും മോചിതനായിരിക്കുന്നു, സ്വതന്ത്രനായിരിക്കുന്നു എന്ന് നിന്നെ തന്നെ പുരോഹിതർക്ക് കാണിക്കുക എന്ന് അവനോട് പറഞ്ഞു. അവൻ അത് നിർവഹിച്ചതിന് ശേഷം ആരോടും നീ ഈ സൗഖ്യത്തെക്കുറിച്ച് പറയരുത് എന്ന കർത്താവിൻ്റെ നിഷ്കർഷ അവൻ പാലിക്കുന്നില്ല. അവൻ ദൈവരാജ്യ പ്രഘോഷണം കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്തുവിന് സാക്ഷിയായി തീരുന്നു. പ്രിയമുള്ളവരെ, ദൈവിക സ്വാതന്ത്ര്യത്തോടുകൂടെ ദൈവത്തിന് സാക്ഷ്യം നൽകുമാറ് നമുക്ക് നമ്മെ തന്നെ ദൈവ സൗഖ്യമുള്ളവരാകുവാൻ ക്രിസ്തുവിൻ്റെ അരികിലേക്ക് ചേർത്ത് വച്ച് നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. കരുണാമയനേ, കാരുണ്യനിധിയേ, നിൻ സ്നേഹമധുരം ഞാനറിഞ്ഞു. പാപ കറകൾ മോഹ ചുതികൾ നിൻ തിരുരക്തത്താൽ പോക്കിയല്ലോ. മരുഭൂവിലലയും മനമെല്ലാം ഇടറും, വഴി തെറ്റിയുലയുമ്പോൾ തണലായി നീ. നാഥാ, ഇനി വരും നാളിൽ നിനക്കായി എന്നെ നൽകിയ
അശരണരുണരും ദുരിതങ്ങളൊഴിയും. പേര് ചൊല്ലി നീ വിളിച്ചു, കേൾക്കാതെ കാണാതെ ഞാനകന്നു. ജീവനാഥ നിൻ കൃപയാൽ എന്നെ ചേർത്തണച്ചു. പാപങ്ങളിൽ മുങ്ങിയും എൻ മിഴിനീരിൽ വീണുടഞ്ഞും പൊൻ പണമെല്ലാം തേടിയലഞ്ഞും വചനങ്ങൾ കേൾക്കാതെയും ഉണരാൻ കൈകൾ ചേർത്തും സ്നേഹക്കനിയായി എൻ യേശുദേവാ, കനിയാൻ എന്നിൽ ചൊരിയാൻ സ്നേഹക്കടലായി എൻ ജീവനാഥ. ചിരിയാൽ കണ്ണീരൊപ്പാൻ നെഞ്ചോട് ചേർത്തണയ്ക്കാൻ നാഥ, ഇനി വരുന്നാളിൽ നിനക്കായി എന്നെ നൽകിയിടുന്നു. നാഥ അഭയമെന്നരുളും അശരണരുണരും ദുരിതങ്ങളൊഴിയും. പേര് ചൊല്ലി നീ വിളിച്ചു, കേൾക്കാതെ കാണാതെ ഞാനകന്നു. ജീവനാഥ നിൻ കൃപയാൽ എന്നെ ചേർത്തണച്ചു. നിൻ തിരുപദം പിന്തുടർന്നും മധുവെല്ലാം ഞാൻ നുകർന്നു. പൊൻ തിരുഹൃദയം നൊന്തു വിളിച്ചും പൂവിതളൂറും മഞ്ഞിലലിഞ്ഞും നിഴലായി കൂടെയണഞ്ഞും മോഹത്തണലായി എന്നാത്മനാഥ. ഉണരാൻ എന്നിൽ പടരാൻ ജീവത്തണലായി എന്നുയിർനാഥ. നെഞ്ചിലിയാൽ വെണ്ണിലെത്താൻ കണ്ണിറച്ചൊന്നു കാണാൻ നാഥ, ഇനി വരുന്നാളിൽ നിനക്കായി എന്നെ നൽകിയിടുന്നു. നാഥ അഭയമെന്നരുളും അശരണരുണരും ദുരിതങ്ങളൊഴിയും. പേര് ചൊല്ലി നീ വിളിച്ചു, കേൾക്കാതെ കാണാതെ ഞാനകന്നു. ജീവനാഥ നിൻ കൃപയാൽ എന്നെ ചേർത്തണച്ചു.